നവകേരള സദസ്സിനിടെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച കേസില് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന് അനിൽകുമാറും സുരക്ഷാ ജീവനക്കാരും ഒടുവില് പ്രത്യേക അന്വേഷണ സംഘത്തിന് SIT മുന്നില് ചോദ്യം ചെയ്യലിനായി ഹാജരായി. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യല് പുരോഗമിക്കുന്നത്. ഗൺമാന് അനിൽകുമാറിനു പുറമെ സിവില് പോലീസ് ഓഫീസർമാരായ സന്ദീപ്, വിപിന്, അരുണ്, ഷൈജു എന്നിവരടങ്ങുന്ന 5 പ്രതികളാണ് സിറ്റിനു മുന്നിലെത്തിയത്. ചോദ്യം ചെയ്യലിനോടനുബന്ധിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസിനു മുന്നില് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മണിക്കൂറുകള് നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം പ്രതികളുടെ ഔദ്യോഗിക അറസ്റ്റ് സാങ്കേതികമായി രേഖപ്പെടുത്തി ഇവരെ സ്റ്റേഷൻ ജാമ്യത്തില് വിട്ടയച്ചേക്കുമെന്നാണ് സൂചന. ചോദ്യം ചെയ്യലില് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരില് പുതിയ UDF സർക്കാര് തങ്ങളെ വേട്ടയാടുകയാണെന്ന കടുത്ത പ്രതിരോധമാണ് പ്രതികൾ ഉയർത്തിയത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വലിയ സുരക്ഷാ ഭീഷണിയുണ്ടായിരുന്നതിനാലാണ് ഇടപെട്ടതെന്നാണ് ഗൺമാൻ അനിൽകുമാർ മൊഴി നൽകിയത്. അനിൽകുമാറിന്റെ മൊഴിയിൽ നിന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ്സിനു നേരെ കരിങ്കൊടിയുമായി പ്രതിഷേധക്കാര് ചാടിവീഴുകയായിരുന്നു. അദ്ദേഹത്തിന് നേരെ വലിയ സുരക്ഷാ ഭീഷണി അന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ജീവന് സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ഞങ്ങളുടെ ലക്ഷ്യം. ആ ഡ്യൂട്ടി മാത്രമാണ് അന്ന് നിർവഹിച്ചത്.